ഗൈസ് ഇത്രയും താഴും കേട്ടാ ഈ റോഡ്. ഇത് നോക്കൂ, ഇതെന്താണിത്, കണ്ടിട്ട് പേടിയാവുന്നു. ബൈപ്പാസിൻ്റെ പണികൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ മെയിൻ റോഡ് താറയും പലയിടത്തും. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ആറ്റിങ്ങൽ ബൈപ്പാസിലെ കാഴ്ചകളാണ്. ഏകദേശം 1 മാസങ്ങൾക്ക് ശേഷമാണ് ആറ്റിങ്ങൽ ബൈപ്പാസിലെ വീഡിയോ ഞാൻ എടുക്കുന്നത്. ഞാനിപ്പം കല്ലമ്പലത്തെ ആയങ്കോണത്താണ്. ഇവിടെ നിന്നാണ് ആറ്റിങ്ങൽ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ആറ്റിങ്ങൽ ബൈപ്പാസ് ആയിട്ടാണ് വരുന്നത്. ആ റോഡ് താഴെ കൂടെയാണ് പോകുന്നത്. അതിനുവേണ്ടി റോഡ് ഇവിടെ ഇടിച്ച് താത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ ഇടിച്ച് താത്തിട്ടുണ്ട് കേട്ടോ. 1 മാസങ്ങൾക്ക് ശേഷം ഇവിടെ വർക്കുകൾ ഏത് രീതിയിലായെന്ന് നോക്കാം. കറക്റ്റ് 1 മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഇവിടെ ആറ്റിങ്ങൽ ബൈപ്പാസിൽ വീഡിയോ എടുത്തത്. എത്രത്തോളം താന്നിട്ടാണ് ഇവിടെ റോഡ് പോകുന്നത് കേട്ടോ. ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് വർക്കുകൾ കുറവാണ്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ തകൃതിയായിട്ട് വർക്ക് കിടക്കേണ്ട സമയമാണ്. അല്ലാത്ത ദിവസം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വലിയ ലോറികൾക്ക് പോയിട്ട് പൊടി അങ്ങോട്ട് പാറിയിട്ടേ പൊന്നു മോനെ. ഈ ലെവലിലായിരിക്കും റോഡ് പോകുന്നത്. ഇവിടെ നല്ല രീതിയിൽ താഴ്ന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ലെവലിലായിരിക്കും റോഡ് അങ്ങോട്ടും പോകുന്നത്. ഈ ലെവലിലാണ് ഇടിച്ച് താത്തേക്കുന്നത് അപ്പുറം ഭാഗം. ഇവിടെ അത്യാവശ്യം ഒരു ചെറിയൊരു കുന്നായിരുന്നു, അതെല്ലാം ഇടിച്ച് താത്തിട്ടുണ്ട്. നമുക്ക് അതുവഴി കയറിപ്പില്ലേ. ഈ ലെവലിലായിരിക്കും ഇതിനെ കുറച്ചും കൂടി ഉയർന്നിട്ടായിരിക്കും കേട്ടോ ഇവിടെ റോഡ് വരുന്നത്. കോൺക്രീറ്റ് വാല് പറയും കുറച്ചും കൂടി ഉയർന്നിട്ടാണ്. ഈ ഭാഗത്ത് സർവീസ് റോഡ് ഉയർന്നിട്ടായിരിക്കും വരുന്നത് കേട്ടോ. സർവീസ് റോഡിൻ്റെ ഭാഗം ഇടിച്ച് താത്തിട്ടില്ല. അപ്പോൾ സർവീസ് റോഡ് ഈ ഭാഗത്ത് ഉയർന്നിട്ടായിരിക്കും വരുന്നത്. ഇവിടെ ക്രാഷ് ബാരിൻ്റെ ഒക്കെ പണി തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഇടത് സൈഡിൽ ഇവിടെ ഈ ചെറിയ ഈ കലങ്ങിൻ്റെ ആണ് കേട്ടോ. ഈ വെള്ളം പാസ് ചെയ്ത് പോകാനുള്ള അതിൻ്റെ സാധനമാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 ഭാഗത്തേയും ക്രാഷ് ബാറിൻ്റെ ഒക്കെ പണി പൂർത്തിയായിട്ടുണ്ട്. ഉടനെ താറിങ് ചെയ്യാനുള്ള പരിപാടി ആയിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്ത്. ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതേ ലെവലിനാണ്. കുറച്ചും കൂടി ഉയരുമെന്ന് തോന്നുന്നല്ലേ, ക്രാഷ് ബാരിയർ കുറച്ചും കൂടി ഉയർന്നിട്ടാണ്. ഓ മൈ ഗോഡ്, ഇവിടെ ഈ രീതിയിൽ മാറി കേട്ടോ. അവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അണ്ടർപാസ് കംപ്ലീറ്റ് ഇവിടെ റോഡ് നിരപ്പാക്കിയിട്ടുണ്ട് കേട്ടോ. കാര്യങ്ങളെല്ലാം സെറ്റാക്കി റോഡ് നിരപ്പാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മേളിൽ താറി വരും. ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അടിയിൽ പോയി. ഇവിടെ മുമ്പേ കേട്ടോ എത്രത്തോളം ഉയർന്നിട്ടാണ് റോഡ് വരുന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് കേട്ടോ റോഡ് പോകുന്നത്. സർവീസ് റോഡ് കണ്ടതാണ് ഇത്രയും താഴ്ച. അപ്പോൾ തന്നെ ഇതുവഴി പോകാൻ ഭയങ്കര രസമുണ്ട്. ഓനെ 6 വരി പാതയാകുമ്പോൾ വേറെ ലെവലിലേക്ക് മാറും. ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് കേട്ടോ. അണ്ടർപാസിൻ്റെ മേളിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും. വാവ്, അങ്ങനെ നമ്മൾ ആറ്റിങ്ങൽ ബൈപ്പാസിൽ കൂടിയാണ് കേട്ടോ പോകുന്നത്. അവിടെ താറിങ് തുടങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ അപ്പുറത്ത് താറിങ് തുടങ്ങിയെന്ന് തോന്നുന്നു. വേണ്ട, ഇതൊരു അണ്ടർപാസ്സാണ്. പക്ഷെ പറയാൻ മറന്നു. വേണ്ട, ഇത് ചെറിയൊരു അണ്ടർപാസ്സാണ്. അണ്ടർപാസിൻ്റെ മേളിൽ കൂടെയാണ് നമ്മൾ
കയറി വന്നത്. അവിടെ താറിങ്ങാണെന്ന് തോന്നുന്നു, താറിങ്ങാണോ മെറ്റിൽ നിരത്തുക അവിടെ ചെയ്യുന്നുണ്ട്. അവിടെ തകൃതിയായിട്ട് പണി കിടക്കുന്നുണ്ട് കേട്ടോ, ഞായറാഴ്ച ആണെങ്കിൽ പോലും. നമ്മളിപ്പോൾ നല്ല ഉയരത്തിലാണ് പോകുന്നത്. വാവ്, അടിപൊളി. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ കേട്ടാ, തകൃതിയായിട്ട് പണി നടക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, ആറ്റിങ്ങൽ ബൈപ്പാസിലെ മെയിൻ റോഡ് ഉടൻ ടാറിങ് ചെയ്യും. ടാറിങ്ങിൻ്റെ ഉള്ള പരിപാടിയൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഈ വെറ്റില നിരത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വാവ്, അടിപൊളി. ഫ്രണ്ട്സ്, നിങ്ങൾ കാണുന്ന ആറ്റിങ്ങൽ ബൈപ്പാസാണ്. ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ പണികൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ മെയിൻ റോഡ് ടാറിയും. പലയിടത്തും സർവീസ് റോഡ് ടാറിങ് പൂർത്തിയായിട്ടുണ്ട്. മെയിൻ റോഡ് ഇവിടെ ഉടനെ ടാറിങ് നടക്കുന്നതായിരിക്കും. അതിനുള്ള സെറ്റപ്പ് പരിപാടി എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ രണ്ട് വശത്തും സർവീസ് റോഡ് ടാറിങ് പൂർത്തിയായിട്ടുള്ളതാണ് കേട്ടോ. അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. ആണോ, സർവീസ് റോഡും മെയിൻ റോഡും ഒരേ നിരപ്പിലാണ് ഇവിടെ പോകുന്നത്. എങ്കിലും വയലിൽ നിന്ന് അത്യാവശ്യം കുറച്ച് ഉയരത്തിലാണ് റോഡ് പോകുന്നത് കേട്ടോ. അയ്യോ, അവിടെ നമുക്ക് അങ്ങോട്ട് പോകാകില്ല കേട്ടോ, അവിടെ വരെ പോകും. നമുക്ക് സർവീസ് റോഡിൽ കൂടെ കയറി പോയൊക്കെ. എടാ, അവിടെ ഉടനെ ടാറിങ് ഉണ്ട്, അതിൻ്റെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ടാർ ചെയ്തിട്ട് നമ്മൾ ഉടനെ വീഡിയോ എടുക്കുന്നതായിരിക്കും കേട്ടോ. ടാർ ചെയ്തിട്ട് ഒരു വീഡിയോ നമ്മൾ എടുക്കുന്നതായിരിക്കും. ഓ, ഭയങ്കര രസമുണ്ടല്ലേ, എന്നാ ബ്യൂട്ടി. ഇപ്പം തന്നെ ആറ്റിങ്ങൽ ബൈപ്പാസ് വേറെ ലെവലാണ് കേട്ടോ. ഇത് സർവീസ് റോഡ് ടാറിങ് പൂർത്തിയായിട്ടുള്ളതാണ്. ടാറിങ്ങിന് തൊട്ട് മുമ്പുള്ള പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പാറപ്പൊടിയൊക്കെ അങ്ങനെ ഉറപ്പിക്കുന്നുണ്ടിട്ട് ഒട്ടനെ ഇവിടെ ടാറിങ് നടക്കുന്നതായിരിക്കും. ഇവിടെ അണ്ടർപാസ് ഉണ്ട്. ഇതിന് മുമ്പ് ഇവിടെ അണ്ടർപാസ് ഇല്ലായിരുന്നു കേട്ടോ, പിന്നീട് വന്നതാണ് ഇവിടെ ഒരു അണ്ടർപാസ്. അതിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇവിടെയൊക്കെ ആദ്യം ഈ ക്രാഷ് ബാരിയർ, ചെറിയ ക്രാഷ് ബാരിയർ ആയിരുന്നു. പിന്നെയാണ് ഇവിടെ അണ്ടർപാസ് വന്നത്. പിന്നെ അത് തട്ടിപ്പൊളിച്ചിട്ട് ഇവിടെ വലിയ രീതിയിൽ കെട്ടി ഉയർത്തുകയാണ് കേട്ടോ. അണ്ടർപാസ് ഇവിടെ വരുന്നുണ്ട്. ആദ്യത്തെ പ്ലാനിൽ ഇവിടെ അണ്ടർപാസ് ഇല്ലായിരുന്നു. ഇതെന്ന് പറഞ്ഞത് MLA പാലത്തിന് തൊട്ട് മുമ്പാണ് ഇത്. പിന്നെ KTCT ആശുപത്രിയുടെ പേര് പറഞ്ഞോ അല്ല, ആശുപത്രിയുടെ അവിടെ എത്തുന്ന ചാത്തമ്പാറ എത്തുന്ന റോഡാണ് കേട്ടോ ഈ റോഡ്. അപ്പോൾ ഇപ്പം ഇവിടെ അണ്ടർപാസിൻ്റെ പണി തുടങ്ങിയിട്ടില്ലെങ്കിലും ഉടനെ തുടങ്ങും. ബാക്കി ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് തൊട്ടടുത്താണ് MLA പാലം ഉള്ളത്. നമ്മൾ നേരെ ഇനി MLA പാലത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ചെയ്ത വീഡിയോനേക്കാളും നല്ല രീതിയിൽ വർക്ക് പുരോഗമിച്ചിട്ടുണ്ട് കേട്ടോ. മണ്ണിട്ട് ഉയർത്തി ടാറിങ് പ്രവൃത്തിയിലേക്ക് ഉടനെ കിടക്കുന്നതായിരിക്കും ഈ ഭാഗത്തെല്ലാം.
MLA പാലത്തിൻ്റെ അവിടെ വരുന്ന ഒരു അണ്ടർപാസ്സാണ്. അതൊക്കെ ഞാൻ ഒരുപാട് കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. നല്ല വലിയ വീതിയും ഹൈറ്റും ഒക്കെ ഉള്ളൊരു അണ്ടർപാസ്സാണ്. ഇവിടെ നല്ല രീതിയിൽ വർക്ക്, നല്ല രീതിയിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ടല്ലോ, പുരോഗമിച്ചിട്ടുണ്ടല്ലോ വർക്ക്. ഇവിടെ മണ്ണിട്ടൊക്കെ ഉയർത്തിയിട്ടുണ്ട് കേട്ടോ. മെയിൻ റോഡ് ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഉയർന്നിട്ടാണ് വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു മാസത്തിനുള്ളിൽ ഇവിടെ വർക്കുകൾ വളരെ വേഗത്തിൽ പണികൾ പുരോഗതി നടന്നിട്ടുണ്ട്. വർക്ക് നല്ല രീതിയിൽ പുരോഗതി ആയിട്ടുണ്ട് കേട്ടോ. ഇതിനു മുമ്പ് റോഡ് നല്ല താഴ്ന്നു കിടന്നത് ഇപ്പോൾ മണ്ണിട്ട് ഇത്രയും ഉയർത്തിയിട്ടുണ്ട് കേട്ടോ ഒരു മാസത്തിനുള്ളിൽ. ഇവിടെ ആകെ മാറിപ്പോയല്ലോ. നമുക്ക് ഇവിടുന്ന് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല തോന്നുന്നു. പോയി നോക്കാം, എവിടം വരെ പോകാൻ പറ്റുമോ അവിടം വരെ പോവാം. മുമ്പോട്ട് പോകാൻ വഴിയില്ല, നമുക്ക് സർവീസ് റോഡിൽ കൂടെ തന്നെ പോകണം. നമുക്ക് പോകാൻ പറ്റത്തില്ല. പക്ഷേ ഈ മണ്ണില്ലായിരുന്നെങ്കിൽ നമുക്ക് പുറത്തുകൂടെ അങ്ങ് പോകാമായിരുന്നു. വാട്ട അഡ്വഞ്ചർ. ഇവിടെയൊക്കെ നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു മാസം മുമ്പത്തെ വീഡിയോ കണ്ട ഇവിടെ ഇതിൻ്റെ പണി തുടങ്ങിയിട്ടേ ഉള്ളായിരുന്നു. വളരെ ഫാസ്റ്റായിട്ടാണ് കേട്ടോ ഇവിടെ വർക്കുകൾ നടക്കുന്നത്. കണ്ട ഞായറാഴ്ച വന്നാലുള്ള ഗുണം ഇതാണ്, കണ്ട വർക്കുകളൊന്നുമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റും. നമ്മൾ പാലാങ്കോണം എന്ന് പറയുന്ന സ്ഥലമാണ്. വളരെ പെട്ടെന്ന് എത്തിയല്ലേ. നോക്ക്, നമ്മൾ കഴിഞ്ഞ ഒരു മാസം മുമ്പ് എടുത്ത വീഡിയോ ആണ്. അല്ല, കംപ്ലീറ്റ് മാറി, സ്ഥലങ്ങൾ കംപ്ലീറ്റ് മാറി അല്ലേ. ഇവിടെ ഇനിയും കുറച്ചും കൂടി ഉയരും കേട്ടോ. ഈ ഭാഗം നമുക്ക് മേളിൽ ചെന്നിട്ട് താഴോട്ട് നോക്കാം. അടിപൊളിയാണ്, ഭയങ്കര പൊടി, നല്ല കാറ്റ്. ഫ്രണ്ട്സ്, ഈ വെയിൽ അപാര വെയിലാണ് കേട്ടോ. നമ്മൾ ജലാംശം മൊത്തവും വലിച്ചെടുക്കുന്ന വെയിലാണ്. നമ്മൾ പാലാങ്കോണത്ത് എത്താറായി. ഇത് നമ്മൾ താഴോട്ട് നോക്കി കഴിഞ്ഞാൽ കണ്ട നല്ല താഴ്ചയുള്ള സ്ഥലമല്ലായിരുന്ന മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലെവലിൽ മണ്ണിട്ട് ഉയർത്തും കേട്ടോ. എന്നിട്ട് ഇവിടുന്ന് പോകുന്നത്, ഇവിടെ വരുന്നത് ഓവർപാസ്സാണ്. മെയിൻ റോഡ് അടിയിൽ കൂടെ പോവും, ഇവിടെ നിലവിലുണ്ടായിരുന്ന റോഡ് മേളിൽ കൂടെ പോവും. അപ്പോൾ അങ്ങനെയാണ്. ഇവിടെ ഇനിയും കുറച്ചും കൂടി ഉയരും. അടുത്ത മാസം വരുമ്പം വീണ്ടും നല്ല രീതിയിൽ ഉയരും കേട്ടോ. ആറ്റിങ്ങൽ ബൈപ്പാസിലെ പണികൾ വളരെ വേഗത്തിലാണ് നടക്കുന്നത്. വീണ്ടും താതല്ലേ, വീണ്ടും താത് ഫ്രണ്ട്സ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചതിനേക്കാളും വീണ്ടും കുഴിച്ചിട്ടുണ്ട്. അപാര കുഴിയാണ് കേട്ടോ. ഇവിടെ അണ്ടർപാസിൻ്റെ വർക്കൊന്നും തുടങ്ങിയിട്ടില്ല, ഉടനെ തുടങ്ങുമെന്ന് തോന്നുന്നു. ഈ മഴ തുടങ്ങുന്ന മഴക്കാലം ആകുന്നതിന് മുമ്പ് തുടങ്ങണം, അല്ലെങ്കിൽ ഇതൊക്കെ ഇടിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട്. റോഡൊക്കെ അത്രത്തോളം താഴ്ത്തിയിട്ടുണ്ട് ഇവിടെ കേട്ടോ. ഇതിൻ്റെ മറുഭാഗം ഇടിച്ച് താത്തോട്ടുണ്ടോയെന്ന് നോക്കാം. ഇതേപോലെ ആയിരിക്കും ഈ റോഡ് മേളിൽ കൂടെ ആയിരിക്കും പോകുന്നത്. ഇത് ആലങ്കോട് നിന്ന് വർക്കല പോകുന്ന റോഡാണ് കേട്ടോ. ഇതിൻ്റെ മറുഭാഗവും ഇടിച്ച് താത്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ താത്തിട്ടുണ്ട്, ഇടിച്ച് താത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളി. ഇവിടെ ഭയങ്കര ഡേഞ്ചറാണ്.
ഇവിടെ ഒന്നും വെച്ചിട്ടില്ല. ഇതുവഴി ആരെങ്കിലും രാത്രി വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നവർ ഇത് പെട്രോൾ പമ്പ്, പുതിയൊരു പെട്രോൾ പമ്പാണെന്ന് തോന്നുന്നല്ലേ. ഇവിടുന്ന് എൻട്രി ഇല്ലേ? ഇതുവഴി രാത്രി വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നവർ സൂക്ഷിക്കണം കേട്ടോ. ഓ ഫ്രണ്ട്സ്, ഇതിൻ്റെ അടിയിൽ വെള്ളം ഇത് അടിപൊളി. ഇത്രയും കൊടും വേനലിൽ ഇതിൻ്റെ അടിയിൽ അടിപൊളി വെള്ളം. നോക്കേ, ഊറ്റുവെള്ളമാണ്, നല്ല കണ്ണീര് വെള്ളം. അതുകൊണ്ട് അത്രത്തോളം താഴ്ന്നിട്ടുണ്ട്. എത്ര താഴ്ന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് കണ്ട, ആ വീട് എൻ്റെ അമ്മോ, എപ്പം വന്നാലും ഞാൻ ആ വീടിൻ്റെ അത് നോക്കും. എന്തുമാത്രം ഉയരത്തിലായിരിക്കുന്നത്. ഇപ്പോൾ ഈ താഴത്തെ റോഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ എൻ്റെ പൊന്നളിയേ, എന്താ ഉയർച്ച. ആ വീട് വല്ലാണ്ട് വളർന്നിരിക്കുന്ന, അല്ല ഉയർന്ന് പറയത്തില്ല ഞാൻ ഒരുപാട് മുകളിലെത്തിയെന്ന് എന്ന് പറയുന്ന പോലെയായി. ഇടിച്ച് താത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ആഴത്തിൽ താക്കും കേട്ടോ. നിങ്ങൾക്ക് കൃത്യമായിട്ട് വീഡിയോയിൽ കൃത്യമായിട്ട് കാണാനാകില്ല, ഇവിടെ വന്നാലേ അറിയാക്കൂ. അതുകൊണ്ട് അടിയിൽ ഊറ്റ് കണ്ട, ഈ കൊടും വേനലിൽ ഊറ്റ് കാണണമെങ്കിൽ എത്രത്തോളം താഴണം നോക്ക്. നല്ല തെളിനീർ കണ്ണീര് വെള്ളം. ഇവിടെ കണ്ട, ഇവിടത്തേക്ക് മാറ്റങ്ങൾ, മൈ ഗോഡ്, ഒരു മാസത്തിനുള്ളിൽ ഇവിടെയൊക്കെ ആകെ മാറി ഗൈസ്. നമ്മളിപ്പം പാലക്കാണം കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഇത് എങ്ങനെയൊക്കെ വരുന്ന ഒരു പിടിയില്ല. ഇതൊക്കെ സർവീസ് റോഡ് ഈ ലെവലിലായിരിക്കും. നമുക്ക് കണ്ടോ, ഓടയുടെ അത് കാണാൻ പറയാം, ഈ ഉയരത്തിലായിരിക്കും. മെയിൻ റോഡ് കുറച്ച് താഴ്ന്നിട്ടായിരിക്കും വരുന്നത് കേട്ടോ. ഇവിടെ കുറച്ച് താഴ്ന്നിട്ടായിരിക്കും, അങ്ങോട്ട് നല്ല രീതിയിൽ താഴ്ന്നിട്ടാണ്. ഈ ലെവലിലായിരിക്കും മെയിൻ റോഡ് പോകുന്നത്. അവിടെ ആ കുന്ന് മൊത്തം ഇടിച്ച് താഴ്ത്തി നമ്മൾ മുമ്പേ കണ്ടില്ലേ. അപ്പോൾ ഈ നിരപ്പിന് അവിടെ ഇടിച്ച് താക്കണം. അന്നേരം അവിടെ ഇനിയും താഴാനുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ വേറെ ലെവലല്ലേ. ഇവിടെ നല്ല താഴ്ചയായിരുന്നു. ഇവിടുന്ന് ഇടിച്ചെടുത്ത മണ്ണ് ഇവിടെ കൊണ്ടിട്ട് ഉയർത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറച്ചും കൂടെ ഉയരും. ഇതേ ലെവലിന് ഇവിടെ ഉയർത്തിയെടുക്കണം. ഇവിടെ കുറേ താഴ്ചയായിരുന്നു കേട്ടോ, നമുക്ക് കാണാൻ സാധിക്കും. ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ പോസ്റ്റ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ച ഇങ്ങനെയാണ്. നമുക്ക് ആ വെള്ളം ഒന്ന് പോയി കാണാം അല്ലേ. യെസ്, ഈ കൊടും വേനലിൽ വെള്ളം കാണപ്പോൾ എന്തോ ഒരു ആശ്വാസം. ഗൈസ്, ഇത്രയും താഴും കേട്ടാ ഈ റോഡ്. ഇത് നോക്കൂ, ഇതെന്താണിത്, കണ്ടിട്ട് പേടിയാവുന്നു. ആ വീട് നോക്കി, എൻ്റെ പൊന്നു, ഇത് വല്ലാത്തൊരു ലോകമായില്ലേ. റോഡ് കണ്ട ഇങ്ങനെയായിരിക്കും. ഇനിയും കുറച്ചും കൂടി ഇടിച്ച് ചെത്തി താക്കാനുണ്ട്. 6 പാത അല്ലേ ഇത്, ഇത്രയല്ല, കുറച്ചും കൂടി അവിടെ നിന്ന് ഇടിച്ച് താക്കാനുണ്ട്, ഇവിടുന്ന് ഇടിച്ച് താക്കാനുണ്ട്. ഇത് വല്ലാത്തൊരു ഇത് തന്നെയാണ് കേട്ടോ. ഇവിടെ ഭയങ്കര പണി ആവശ്യമുണ്ടല്ലേ അതൊന്ന് ഇടിഞ്ഞ് താഴാതിരിക്കാൻ. നമ്മൾ മുമ്പേ കണ്ട വെള്ളം കണ്ട ഊറ്റുവെള്ളമാണ്, നല്ല കണ്ണീര് വെള്ളം. വാവ്, അടിപൊളിയൊക്കെ. ഇവിടെ നല്ല തണുപ്പുണ്ട്, ഫ്രണ്ട്സ് ഇവിടെ. അതാണ് അത്രയും ഉയരത്തുനിന്നാണ് ഇത്രയും താത്ത് ഇടിച്ച്. എൻ്റെ പൊന്നോ, എൻ്റെ ക്യാമറ വർക്കാണ്. യെസ്, ക്യാമറ ഓണാണ്. ഇതൊന്നും വലിയ ഉറപ്പുള്ള പാറയല്ലെന്ന് തോന്നുന്നല്ലേ, കണ്ടിട്ട് കണ്ട പാളിയായിട്ട് ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് പാറയൊക്കെ ഉണ്ട്. അല്ലാത്ത ജാതി. റോഡ് വരപ്പോൾ വേറെ ലെവലായിരിക്കും. 6 പാതയും സ്ട്രീറ്റ് ലൈറ്റും ഒക്കെ വരപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ അടിപൊളിയായിരിക്കും. ആ വീടിൻ്റെ അല്ലേ ഞാൻ മുമ്പേ കാണിച്ച ആ പൊക്കപ്പുറത്തുള്ള വീടിൻ്റെ അവിടെ നിന്ന് ഒരു വീഡിയോ എടുക്കുമ്പോൾ അടിപൊളിയായിരിക്കും. വാഹനങ്ങളെല്ലാം ഓടവും വേറെ ലെവലായിരിക്കും. പിന്നെ ലെഫ്റ്റ് സൈഡിലെ സർവീസ് റോഡ് താഴ്ന്നിട്ടായിരിക്കും പോകുന്നത്. അതിൻ്റെ പണിയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ താഴ്ന്നിട്ടായിരിക്കും സർവീസ് റോഡ് പോകുന്നത്. നമുക്ക് ആ ഓട കാണുമ്പോൾ അറിയാം. അതുപോലെ തന്നെ ഈ ഭാഗം നല്ല താഴ്ചയുള്ളൊരു സ്ഥലമായിരുന്നു. ഇവിടെ ഇങ്ങനെ 2 കുന്നായിരുന്നു കേട്ടോ. കുന്നിൻ്റെ ഇടയിൽ താഴ്ചയുള്ള പ്രദേശമായിരുന്നു ഇത്. ആ 2 കുന്ന് ഇടിച്ച് താത്തിട്ടുണ്ട്. പിന്നെ ഈ താഴ്ചയുള്ള പ്രദേശം കുറേ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മണ്ണിട്ട് ഉയർന്ന പ്രദേശത്തൂടെയാണ് പോകുന്നത്, ഉയർത്തിയടുത്തൂടെയാണ് പോകുന്നത്. ഇവിടെ നല്ല താഴ്ചയുള്ള സ്ഥലമായിരുന്നു. ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ടവർക്കറിയാം. അത് കഴിഞ്ഞ് വീണ്ടും ഇതേപോലെയായിരുന്നു. ഇവിടെ ഒരു കുന്നായിരുന്നു. ഇതൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോ കാണിച്ചിട്ടുള്ളതാണ്. പക്ഷെ ആ കുന്ന് കംപ്ലീറ്റ് ഇടിച്ച് വീണ്ടും താത്തിട്ടുണ്ട്. സർവീസ് റോഡ് മുമ്പേ പറഞ്ഞ പോലെ മേളിൽ കൂടെയാണ് പോകുന്നത് കേട്ടോ. ഇവിടെ കഴിഞ്ഞതിന് വന്നപ്പം അതായത് ഈ കുന്നൊന്നും ഇടിച്ച് താത്തിട്ടില്ലായിരുന്നു കേട്ടോ, 1 മാസം മുമ്പ് വന്നപ്പോൾ. അതാണ് ഞാൻ പറഞ്ഞത്,
ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ പണി നല്ല വേഗത്തിൽ പുരോഗമിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു മാസത്തിൻ്റെ ഇടയിലാണ് ഇവിടെ കുന്നെല്ലാം ഇടിച്ച് താത്തിരിക്കുന്നത്. അന്നേരം ഇവിടെ ഓവർപാസ് വരാനുള്ള സാധ്യതയില്ല കേട്ടോ. ഇവിടെയും വെള്ളം കണ്ടിട്ടുണ്ട്. ഇവിടെ നല്ല ചെളിക്കെട്ട്. അന്നേരം ഇവിടെ വെള്ളമുണ്ട്, ഊറ്റുണ്ട് കേട്ടോ. ലൈൻ പൈപ്പ് ഇതിപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെയാണ് പോയേക്കുന്നുണ്ട്. അപ്പുറത്ത് പോയേക്കുന്നത് ലൈൻ പൈപ്പ്. എന്തായാലും ആറൂര് പാത നിരപ്പായിരിക്കും, കയറ്റം ഇറക്കും ഒന്നുമില്ലാത്ത നിരന്ന റോഡായിരിക്കും. ഇവിടെ സർവീസ് റോഡ് ടാർ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത്. ഞാൻ മുമ്പേ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇവിടെ ഒരു ഓവർപാസ് വരും. അതിൻ്റെ ഗഡറുകളാണ് ഇവിടെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു ഓവർപാസ് ഉണ്ട്. ഇവിടെ റോഡ് ക്രോസ് പോകുന്നുണ്ട് കണ്ടോ. ഇവിടെയാണ് ഓവർപാസ് വരുന്നത്. അതിൻ്റെ പണിയൊന്നും തുടങ്ങിയിട്ടില്ല. ഈ ഗഡറുകൾ നിർമ്മിച്ച് വെച്ചിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും ഒരു കുന്നാണ്. ആ കുന്ന് ഇതേപോലെ ഇടിച്ച് താക്കുന്നുണ്ട്. വാഹനങ്ങളെല്ലാം ഒതുക്കിയിട്ടിരിക്കുകയാണ്. ഞായറാഴ്ച ആയതിനെ കൊണ്ടാണ് വർക്കുകൾ ചില സ്ഥലത്തൊക്കെ അങ്ങനെ ചെറുതായിട്ട് വർക്ക് കിടക്കുന്നേ ഉള്ളൂ. മെയിൻ വർക്കൊന്നും ഞായറാഴ്ച കാണത്തില്ല. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഞായറാഴ്ച ഈ വീഡിയോ എടുക്കാൻ ഇറങ്ങുന്നത്. ഓ ഗൈസ്, ഇവിടെ ഉണ്ടായിരുന്ന കുന്ന് ഇടിച്ച് താത്തിരിക്കുന്നു. ഓ മൈ ഗോഡ്, ഇവിടെ വലിയൊരു കുന്നായിരുന്നു കേട്ടോ. ആ കുന്നെല്ലാം ഇടിച്ച് താത്തിട്ടുണ്ട്. വർക്കുകൾ തകൃതിയായിട്ട് നടക്കുകയാണ്. ഓ ഭയങ്കര ആഴത്തിലാണല്ലോ ഇടിച്ച് താത്തേക്കുന്നത്. നമ്മളെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. നമ്മളെ കീഴാറ്റിങ്ങൽ ഭാഗത്ത് വരുന്ന വാമനപുര നദിക്ക് കുറുകെ വരുന്ന പാലം തൊട്ട് താഴെയാണ്. ഇന്നില്ല, കുന്ന് ഇടിച്ച് താത്തിട്ടുണ്ട്. ഓ നമ്മൾ റോങ് സൈഡിൽ കൂടെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് അപ്പുറ സൈഡിൽ കൂടെയാണ് പോകേണ്ടത്. കറങ്ങി തിരിഞ്ഞ് അപ്പുറ സൈഡിൽ കൂടെ പോകണം. ഇതുവഴി പോയി കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല. അപ്പുറത്തൂടെ കറങ്ങി വരെ. അപ്പോൾ കുറച്ചും കൂടി നല്ല കാഴ്ച കാണാം. പാലത്തിൻ്റെ പണി എവിടം വരെ ആയി നോക്കാം. ഓ അപ്പുറ ഭാഗത്ത് നല്ല രീതിയിൽ വർക്ക് പുരോഗമിച്ചിട്ടുണ്ട് കേട്ടോ. സർവീസ് റോഡ് ഇതേപോലെ ഉയർന്നിട്ടായിരിക്കും വരുന്നത് കേട്ടോ. ഭയങ്കരമായിട്ട് അത്ര ഉയർത്തിയുള്ള കുന്നാണ് ഇടിച്ച് താത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. നീയും താകും. ഇവിടെ നല്ല രീതിയിൽ ഇടിച്ച് താത്താലേ താഴത്തെ റോഡിൻ്റെ ലെവലെത്തും, നിരപ്പെത്തും കേട്ടോ. കാരണം അവിടെ പാലാണ് വരുന്നത്, അതേ ലെവലിന് എത്തണം. അപ്പോൾ നല്ല രീതിയിൽ ഇടിച്ച് താത്തോണ്ടിരിക്കുകയാണ്. എൻ്റെ വണ്ടിക്ക് ഒരു തുള്ളി കട്ടയില്ല ബാക്കിൽ. അത് ഫുള്ള് പൊടിയാണ്. ഓ കേട്ടാ, അതാണ് ആ പാലം. പാലത്തിൻ്റെ എല്ലാ പണിയും പൂർത്തിയായി എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലത്തിൻ്റെ തൂണിൻ്റെ പണിയെല്ലാം പൂർത്തിയായി. പിയറും അതുപോലെ തന്നെ പിയർ ഗ്യാപ്പും പൂർത്തിയായിട്ടുണ്ട് കേട്ടോ.
അതുപോലെ പാലത്തിന് ആവശ്യമായ ഗർഡറുകളുടെയും പണി പൂർത്തിയായിട്ടുണ്ട്. 2, 4, 6, 8, 10, 20 ഗർഡറുകളുടെ പണി പൂർത്തിയായിട്ടുണ്ട്. ഇനി അതിൻ്റെ അപ്പുറത്തും ഗർഡർ പണിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഗർഡറുകൾ എടുത്ത് സ്ഥാപിക്കുകയാണ് അടുത്ത പണി കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോ എടുത്തപ്പം 1-2 പിയർ ഗ്യാപ്പ് പെൻഡിങ് ആയിരുന്നു. അതിൻ്റെ പണിയും പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. ഇതിപ്പോൾ തന്നെ ഒരുപാടായെന്ന് തോന്നുന്നു വീഡിയോ. ഓക്കെ, ഇതിൻ്റെ ബാക്കി ഭാഗം മറ്റൊരു വീഡിയോയിൽ കാണാം. പാലത്തിൻ്റെ കാഴ്ചകൾ ഇതാണ് ഗൈസ്. അയ്യോ, തൂണിൻ്റെയൊക്കെ പണി പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. എല്ലാ തൂണിൻ്റെ പണിയും പൂർത്തിയായിട്ടുണ്ട്. ഓക്കെ, ഈ ഭാഗത്തെ രണ്ടാമത്തെ തൂണിൻ്റെ പിയർ ഗ്യാപ്പ് ബാക്കിയുണ്ട്. ബാക്കിയെല്ലാം തൂണ്, ഒരു ഭാഗത്ത് 4 തൂണാണ് വരുന്നത്, 4 പിയറാണ് വരുന്നത്. 2 ഭാഗത്ത് കൂടെ 8 പിയറാണ് വരുന്നത്. 8 പിയറിൽ 7 പിയറിൻ്റെ പിയർ ഗ്യാപ്പൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണത്തിൻ്റെ ഭാഗത്രം പിയർ ഗ്യാപ്പ് ബാക്കിയുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇവിടം വരെ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.